മലയാളികളുടെ മനസ്സിൽ എന്നും ചന്തത്തിൽ നിൽക്കുന്ന ഇടങ്ങളിലൊന്നാണ് വേമ്പനാട്ട് കായൽ. സഞ്ചാരികൾക്കാവട്ടെ കേരളക്കാഴ്ചകളിൽ ഒരിക്കലും ഒഴിവാക്കുവാൻ സാധിക്കാത്ത ഇടവും. ദൈവത്തിൻ്റെ സ്വന്തം നാടാക്കി കേരളത്തെ മാറ്റുന്നതിൽ വേമ്പനാട്ട് കായലിൻ്റെ പങ്ക് വേറെ തന്നെയാണ്. തഞ്ചത്തിൽ തുഴഞ്ഞു പോകുന്ന ചുണ്ടൻ വള്ളവും അലകളെണ്ണി മെല്ലെ ഓളപ്പരപ്പിലൂടെ നീങ്ങുന്ന വഞ്ചി വീടുകളും വേമ്പനാടിൻ്റെ ഒഴിവാക്കാനാവാത്ത കാഴ്ചകളാണ്. മലയാളികളുടെ നൊസ്റ്റാൾജി ഉണർത്തുന്ന വേമ്പനാട്ട് കായലിൻ്റെ പ്രത്യേകതകളിലേക്ക്. വേമ്പനാട്ട് കായലിൻ്റെ ഭാഗമായ കുമരകം നല്ലൊരു കായൽ ടൂറിസം കേന്ദ്രമായി വികസിച്ചു കഴിഞ്ഞു. റിസോർട്ടുകൾ, ഉരവഞ്ചി സവാരികൾ, ബോട്ടിങ്, കായലിനിടയിലെ വയലിറമ്പിലൂടെയുള്ള അലസമായ നടത്തം, സൗകര്യപ്രദമായ താമസം, ചൂണ്ടയിടൽ എന്നിങ്ങനെ കുമരകം നീട്ടുന്നത് അനന്ത സാധ്യതകളാണ്. കുമരകത്തെ ഒരു വിനോദസഞ്ചാര ഗ്രാമമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓണക്കാലം എത്തുന്നതോടെ കുമരകത്ത് വള്ളംകളി മത്സരങ്ങളും അരങ്ങേറും. കായൽ പരപ്പിന് മീതെ ആർപ്പുവിളികൾ ഉയരുന്ന പരിശീലന തുഴച്ചിലുകളും ആവേശത്തിരയുയരുന്ന മത്സരങ്ങളും കുമരകത്തെ സജീവമാക്കും. ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് ഇന്ന് കുമരകം. പ്രകൃതി മനോഹാരിതയും ശാന്തവുമായ അന്തരീക്ഷത്തിനും പേരുകേട്ടതാണ് ഈയിടം. വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങളാൽ അനുഗ്രഹീതമായ കുമരകത്തിന് മികച്ച കാലാവസ്ഥയും മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളും ജലപാതകളും പച്ചപ്പും സമ്മാനിച്ചിരിക്കുന്നു. കുമരകത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സാംസ്കാരികവും ചരിത്രപരവുമായ വൈവിധ്യങ്ങളുടെ സമ്പന്നമായ ഒരു ഇടം കൂടിയാണ്. കൂടാതെ നഗരജീവിതത്തിൻ്റെ തിരക്കുകളിൽ നിന്നും വളരെ ആവശ്യമായ രക്ഷപ്പെടൽ നമുക്കൊക്കെ വരാറുണ്ട്. അതിന് വളരെ അനുയോജ്യമായ ഇടമാണിത്. പ്രകൃതിയെ അടുത്തറിയുവാനുള്ള അനുഭവത്തിലേക്ക് ഊളിയിടാൻ ഒരാൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കുമരകം കേരളത്തിലെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിൽ ഒന്നായി മാറും. ആകർഷകമായ കായൽ കേന്ദ്രമായ അതിമനോഹരമായ യാത്രകളാലും ആകാശത്തിലെ ഏറ്റവും വിചിത്രമായ പക്ഷികളെ വീക്ഷിക്കുന്നതിൻ്റെ നവോന്മേഷദായകമായ അനുഭവമായാലും കുമരകം പലതരത്തിൽ നമുക്ക് പ്രിയപ്പെട്ടതാകുന്നു. സമൃദ്ധമായ സസ്യജാലങ്ങളാലും നെൽവയലുകളാലും ചുറ്റപ്പെട്ട കേരളത്തിൻ്റെ മരതക പച്ചക്കായലുകളുടെ മനോഹരമായ കാഴ്ച ഇത് പ്രദാനം ചെയ്യുന്നു.